പൃഥ്വിരാജിന്റെ എക്കാലത്തെ മികച്ച സിനിമയാണ് എമ്പുരാൻ. പൃഥ്വിരാജിന്റെ കഴിഞ്ഞ 2 സിനിമകളും എമ്പുരാനും എല്ലാത്തിനും സംഗീതം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദീപക് ദേവ്. പൃഥ്വിരാജിനെ ആദ്യമായി സിനിമയിൽ പാടിക്കുകയും പൃഥ്വി ആദ്യമായി നിർമ്മിച്ച സിനിമയ്ക്ക് സംഗീതം ചെയ്യുകയും ഇപ്പോഴത്തെ പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃതയെ ആദ്യമായി സിനിമയിൽ പാടിക്കുകയും ചെയ്തിരിക്കുന്ന വ്യക്തി കൂടിയാണ് ദീപക് ദേവ്. അലങ്കൃത എമ്പുരാന്റെ ഭാഗമായതിനെക്കുറിച്ചും പാട്ടുപാടിയ ശേഷം തന്നോട് ചോദിച്ച പല കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം രസകരമായി സംസാരിക്കുകയാണ് ഇപ്പോൾ ദീപക് ദേവ്. പൃഥ്വിരാജിന്റെ മോൾ പാടിക്കഴിഞ്ഞ ശേഷം എന്നോട് ഹൗ മച്ച് വിൽ യു പേ മീ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛന് ഞാൻ പൈസ കൊടുത്തിട്ടില്ല, പിന്നെയാണോ എന്ന്. നോ ഐ വിൽ നീഡ് മണി എന്നാണ് അപ്പോൾ താരം ചോദിച്ചത്. എല്ലാം കഴിയുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കൂ, അപ്പോൾ ഞാൻ എന്താണ് തരുന്നതെന്ന് കാണാമെന്നും അപ്പോൾ ദീപക് മറുപടി പറഞ്ഞു. അങ്ങനെ പാടിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷമുള്ള കുറച്ച് ഗിഫ്റ്റുകളാണ് അന്ന് അലങ്കൃതയ്ക്ക് ദീപക് ദേവ് സമ്മാനമായി നൽകിയത്. മോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു വെച്ചിരുന്നു. അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ണിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ വന്ന പോലെയായിരുന്നു അലങ്കൃത. ഇവൾ ബേസിക്കലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഭയങ്കര പുസ്തക വായന ശീലമുണ്ടെന്നാണ്. പിന്നെ ഹാരി പോട്ടർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടോയ്സും കാര്യങ്ങളുമൊക്കെ അല്ലേ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇഷ്ടം. ഹാരി പോട്ടറിന്റെ കുറച്ച് ടോയ്സ്, പിന്നെ പെൺകുട്ടിയല്ലേ, എൻ്റെ വീട്ടിൽ 2 പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് പെൺകുട്ടികളെ എങ്ങനെ വീഴ്ത്താമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, ചിരിച്ചുകൊണ്ട് ദീപക് ദേവ് പറഞ്ഞു. അവർക്ക് നല്ല കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്താൽ ഹാപ്പിയാകും, ദീപക് ദേവ് പറഞ്ഞു. ഒരു അച്ഛൻ റോളിലുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അതൊക്കെ എനിക്ക് നിഷ്പ്രയാസം മനസ്സിലായി. പിന്നെ സർപ്രൈസ് ആണല്ലോ അവർക്ക് ഏറ്റവും ഇഷ്ടം. സൂമിലാണ് പാടുന്നത്. പാടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. യെസ് എന്ന് തിരിച്ചു പറഞ്ഞു. എന്നാൽ തിരിഞ്ഞു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ആ ഗിഫ്റ്റുമായി എത്തി. ഇതെല്ലാം സൂമിലായിരുന്നു റെക്കോർഡ് ചെയ്തിരുന്നത്. ഒരു വിൻഡോയിൽ ഞാനുണ്ട്, ഒന്നിൽ പൃഥ്വിയുണ്ട്. മോൾ സുപ്രിയയുമായിട്ട് ബോംബെയിൽ എത്തിയതാണ്. ആ സ്റ്റുഡിയോയിലെ എഞ്ചിനീയേഴ്സ് എൻ്റെ സുഹൃത്തുക്കളാണ്. അവിടെ വന്ന് മോൾ പാടുമ്പോൾ ഞാനും പൃഥ്വിയും അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇമോഷൻ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ അത് പെട്ടെന്ന് അവൾ ക്യാച്ച് ചെയ്യും. അത് പിന്നെ അച്ഛൻ്റെ മോളല്ലേ. അലങ്കൃത ഇങ്ങനെ പാടുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അത്രയും സ്വീറ്റ് ആയിരുന്നു. മോൾ പാടുമ്പോൾ പൃഥ്വി ഒറീസയിലാണ്. ആദ്യമായി ആലി സ്റ്റുഡിയോയിൽ വന്നപ്പോൾ നമ്മൾ 3 പേരും ഒരു വിൻഡോയിൽ വന്നു. കൊച്ചിനെ ആദ്യം കംഫർട്ട് ആക്കണമല്ലോ, അല്ലാതെ ആദ്യം തന്നെ അവർ പേടിക്കില്ല. ഞാൻ ഹൗ ആർ യു ആലി, മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. വരുമ്പോൾ പൃഥ്വി ഇടയ്ക്ക് കയറി പറയുകയാണ്, ആലി ദിസ് ഈസ് ദീപക് ദേവ്, ഹീ ഈസ് ദ മ്യൂസിക് ഡയറക്ടർ, ഹീ ഈസ് മൈ എനിമി, ബി വെരി കെയർഫുൾ ഓഫ് ഹിം എന്ന് ചിരിച്ചുകൊണ്ട് പൃഥ്വിരാജിന്റെ ഡയലോഗുകൾ ആലിയും കേട്ടു. അതായത് എന്നെ അധികം അടുപ്പിക്കരുതെന്ന്. കൊച്ച് എന്നെ ഇങ്ങനെ നോക്കുകയാണ്. പൃഥ്വി ചതിക്കല്ലേ എന്ന് ഞാനും പറഞ്ഞു. വെരി ഡേഞ്ചറസ്, ബി വെരി കെയർഫുൾ എന്നൊക്കെ പറഞ്ഞ് പൃഥ്വി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. ബെസ്റ്റ്, ഇനി ഈ കുട്ടി എങ്ങനെ പാട്ട് പഠിക്കും, എന്നെ പേടിയുള്ള രൂപത്തിലല്ലേ കാണുക എന്നും ഞാൻ ചിന്തിച്ചിരുന്നു. കൊച്ചതിൻ്റെ അച്ഛനെ നോക്കുകയാണെന്നും അതൊന്നും കുഴപ്പമില്ല എന്ന് ഞാൻ നോക്കിക്കോളാമെന്നും ഇതിനപ്പുറത്തെ ആളെ ഞാൻ ഡീൽ ചെയ്തു എന്ന രീതിയിലും പൃഥ്വിരാജ് സ്വീറ്റായിട്ടും ആ കുട്ടി പാടി. വളരെ നന്നായി തന്നെ അലങ്കൃത പാട്ട് പാടി. എന്താണെങ്കിലും ദീപക് ദേവിന്റെ ഈ ഒരു സംഭാഷണവും ഇന്റർവ്യൂവും ഇപ്പോൾ വൈറലായി കഴിഞ്ഞു. വളരെ നന്നായി തന്നെ എമ്പുരാനിൽ അലങ്കൃതയുടെ വോയിസ് മാച്ച് ചെയ്യാൻ ദീപക് ദേവിന് സാധിച്ചു. എന്നാൽ പോലും സിനിമയുടെ അഭിപ്രായ വ്യത്യാസത്തിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു വരുമ്പോഴും സിനിമയിൽ അലങ്കൃതയുടെ ഒരു വോക്കൽ സോങ് വളരെ മനോഹരമായി തന്നെ പ്ലേസ് ചെയ്യാനും അത് വളരെ രീതിയിൽ തന്നെ ഹിറ്റ് ആയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം.